അധ്യാപകരോട് കൊലവിളി നടത്തിയ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അടുത്ത ദിവസം ചേരുന്ന PTA മീറ്റിംഗിൽ തുടർ നടപടികൾ തീരുമാനിക്കും. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുകയാണ്. നിഖിൽ, അങ്ങനെ സ്കൂളിന്റെ നടപടി ഉണ്ടാവുകയാണ്, വിവരങ്ങൾ. പ്രവിത, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം അരങ്ങേറുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പ്രചരിക്കുകയും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിക്കുകയും ഗുരു ശിഷ്യ ബന്ധം എങ്ങനെയാണോ വേണ്ടത്, എങ്ങനെയാണോ അധ്യാപകരോട് പെരുമാറേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്നൊക്കെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സ്കൂൾ അധികൃതർ പരാതി നൽകിയത്. എന്തായാലും ആ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അത് ഈ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടിയെ തിരിച്ചെടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ ഇനി വരുന്ന ദിവസം ചേരുന്ന PTA യോഗമായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കുട്ടി വരുത്തി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അത് സ്കൂളിനെ തന്നെ താറടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്കൂളിന് തന്നെ ഒരു അപമാനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കുട്ടിയുടെ പ്രവൃത്തി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലോകമെമ്പാടും ഈ ദൃശ്യങ്ങളടക്കം പ്രചരിച്ചിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്കൂൾ അധികൃതർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ സ്കൂൾ അധികൃതരെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കാൻ തൃത്താല പോലീസ് ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അധ്യാപകർ ഈ വിദ്യാർത്ഥിക്കെതിരെ നൽകിയിട്ടുള്ള പരാതിയിൽ തൃത്താല പോലീസ് നിലവിലത്തെ സാഹചര്യത്തിൽ കേസെടുത്തിട്ടില്ല. പോലീസ് അറിയിക്കുന്നത് കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം ഇക്കാര്യത്തിൽ കേസെടുക്കാമെന്നുള്ള ഒരു തീരുമാനമാണ് നിലവിൽ തൃത്താല CA അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അധ്യാപകരെയും അതോടൊപ്പം തന്നെ കുട്ടിയെയും ഒരുമിച്ചിരുത്തി ഒരിക്കൽ കൂടി സംസാരിക്കാനാണ് തൃത്താല പോലീസിന്റെ തീരുമാനം. കവിത. ശരി നിഖിൽ, വ്യക്തമാണ്. പാലക്കാട് തൃത്താലയിൽ അധ്യാപകരോട് കൊലവിളി നടത്തിയ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം ചേരുന്ന PTA മീറ്റിംഗിലാകും തുടർ നടപടികൾ തീരുമാനിക്കുക.